ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബിനീഷിന്റെ കഴുത്ത് ഉണ്ട്, നല്ല ചൂട് വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ പൊട്ടി ഇപ്പൊ മരുന്ന് വരട്ടി വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ട് ഇങ്ങനെ കറുത്തും ചൂടിന്റെയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് അതൊരു ബുദ്ധിമുട്ടായി ബിനീഷക്ക്. എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് ഇത് മാല ഒന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കണം. അപ്പൊ ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവരണം. നമ്മുടെ വീട്ടിൽ ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് അല്ല, ഇപ്പൊ ഇവര് ഇന്നലെ വന്നിട്ട് ഇത് രാവിലെ വർക്കിന് പോയിട്ട് വന്നിട്ട് ജിബി സർപ്രൈസ് ആയിട്ട് ജിബി അങ്ങനെ കുറെ മാറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ല. ഇല്ല, നല്ല സ്റ്റൈലായിട്ടുണ്ട്. നേരത്തെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും. അതെ, സുന്ദരിക്കുട്ടി വന്നിട്ട് വർക്കും കഴിഞ്ഞ് പാവം വന്നേക്കണ വെളുപ്പിന് പോയതാണ്. ജാമ്പൊക്കെ കുറച്ചുകൊണ്ട് വെച്ചാ ഇത് കുറച്ചും കൂടി നേരത്തെ അറിയാം. ജാമ്പൊക്കെ ആയിട്ടാ ഇത് നമ്മുടെ ജിബിയുടെ വണ്ടി. ഇവരുടെ യാത്ര ചെയ്യുന്ന ഫുൾ ടൈം ഇതിനകത്താണ് ഇവര്. മറ്റേ പൊയ്യെ എന്താണ് എന്റെ പറഞ്ഞത്? ആ സിനിമ ഏതായിരുന്നു? അത് വല്ല ഇത് കൊണ്ടതായിരിക്കും. അത് കമ്പിലൊക്കെ വരണം. അതൊക്കെ എന്തായാലും ഇതിനകത്ത് വരണല്ലേ. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ പറയാം ഇവര് വന്നത് എന്തിനാണെന്ന്. കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഇത് നോക്കിയേ, നല്ല മഴ പെയ്യണ ക്ലൈമറ്റ് നോക്കിയ കൈസ്. പെട്ടെന്ന് മഴ, നല്ല വെയിലായിരുന്നു ഇവിടെ. രണ്ടും കൂടി മഴ ഉള്ളത്. ജിബിനെല്ലാം കൂടെ അകത്തോട്ട് പോകട്ടെ. അതന്നെ, മഴ പെയ്താൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് കുളിക്കും. അപ്പൊ ഇതിപ്പോ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ കുരുക്കള് കുറയാനുണ്ട്, പെട്ടെന്ന് മാറുന്നുണ്ട്. നവ കുളിച്ചോ ചെല്ലി. നീ കുളിച്ചോണ്ടിരിക്കണ മഴ പെയ്താൽ ഇങ്ങോട്ട് അടിക്കും. ചായൻ അതിസാഹസികമായി ചാമ്പക്ക പറിക്കുന്നു. അത് ക്യാച്ച് പിടിക്കാൻ ചേച്ചി. ഇത് കണ്ണൂരോട്ട് പോകാനുള്ള ചാമ്പക്കയാണ്. ഇത് മമ്മീന്റെ കണ്ടന്റ്, മമ്മിക്കുള്ള കണ്ടന്റ് കൊടുക്കുക. അച്ചാറും ഉപ്പിലിടാനും നല്ലതാണ്. ഇവിടെ അടുത്തുള്ള ചേച്ചിമാരെ ഇട്ടെന്നാ പറഞ്ഞു തന്നു. എന്തായാലും മമ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും നോക്കി. ഇതാ കുഞ്ഞിക്കൊല അല്ലല്ലോ. അപ്പൊ ഞങ്ങള് പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കഴുത്ത് കണ്ട ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് കൂടിപ്പോയി. കഴുത്തിന് മാത്രം മേക്കപ്പ് ഇട്ടിട്ട് മേളിലേക്ക് ഇടാൻ മറന്നു സമയം കിട്ടിയില്ല. കാണിച്ചേ. ആ ഇത് സെറ്റ് ആയിരിക്കും. തിരിഞ്ഞു നോക്കാം. ജിബി കണ്ടിട്ടില്ല. അയ്യോ ഇത് സൂപ്പർ ആയിരിക്കും. മേലോട്ട് നോക്കി. ഇറങ്ങിയേറെ ഷോക്ക് അടിച്ച് ചാവുമ്പോ ഇടി. ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. മഴ പെയ്തിരുന്നെങ്കിൽ വിചാരിച്ചു. എന്തായാലും ഇപ്പൊ ഇത്ര ഉണ്ട്. മമ്മി ഏതായാലും ഇട്ട് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണമെന്നല്ല. മമ്മി സൂപ്പർ ആണെങ്കിൽ ഒരു ഭരണി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭരണി ഇങ്ങോട്ട് കൊടുത്തിട്ട് കണ്ണിമാങ്ങയൊക്കെ അവിടെ ഉള്ളതായിട്ട് എനിക്കറിയാം. കണ്ണിമാങ്ങ അച്ചാറ് പിന്നെ കുറെ അച്ചാറൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് മരം മൊത്തം ഉണ്ട്. അപ്പൊ ഇട്ടിട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര മധുരം. നല്ല പോരാട്ടോ. സൂപ്പർ മധുരം. ആപ്പിള് പോലെ ഉണ്ട്. ആ അതന്നെ, ആപ്പിള് കരിമ്പൊക്കെ തന്നെ ഫീൽ ഇല്ലേ? കരിമ്പൊക്കെ ഞങ്ങള് പോയി നല്ല കരിമ്പൊക്കെ തന്നെ ഒരു ഫീൽ ഇല്ലേ? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു. താങ്കു പറഞ്ഞില്ലേ ഇവരുടെ വണ്ടി ബെഡ് ആക്കിയേക്കണായിരുന്നൊക്കെ. അവിടെ പുറയില് കണ്ടിങ്ങനെ ബെഡ് പോലെയൊക്കെ സെറ്റ് ചെയ്ത്. കണ്ണൂര് വരെ യാത്ര ചെയ്യണം. കണ്ണൂരിൽ ചിലപ്പോ തിരുവനന്തപുരം ഒക്കെ പോകും. അപ്പൊ ഇതേപോലെ ഇങ്ങനെ സെറ്റ് നല്ല അടിപൊളിയാട്ടോ. വേറെ സുഖമായി കിടന്ന് കണ്ടത് തലവണയൊക്കെ വെച്ചിട്ട് സുഖമായി കിടന്നു കൊടുക്കാം. ചാർജറും ഇപ്പൊ മൊത്തം ക്ലീൻ ചെയ്തോണ്ടിരിക്കണ ഇവിടെ. ഇവര് യാത്ര ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്തതും ഈ കാറിലുണ്ട്. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവല്ലോ. പക്ഷെ നല്ല സ്റ്റൈലല്ലേ? സുഖമായി കിടന്നുറങ്ങാലോ. പെട്ടെന്ന് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ തോന്നി
കിടന്നുറങ്ങുന്നു അല്ലേ? യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാത്റൂം ടച്ച്. അത് ഞാൻ ഇതിനകത്ത് കണ്ടായിരുന്നേ, മറ്റേ ഏതില് റീലില്. നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രയിക്കാം. നമുക്ക് പിന്നെ എവിടെയാണ് മൂത്രയിക്കാലോ, മൂത്രയിക്കാൻ നിൽക്കാനാണ് അങ്ങോട്ട് നമ്മള് വിടർത്തിയത്. അത് കൊള്ളാം. എന്നിട്ട് ഒന്ന് പിടിച്ചേച്ച് നമ്മുടെ വിടർത്തി. ഇത് കൊള്ളാട്ടോ, നല്ലതാണ്, നല്ല യൂസ്ഫുൾ സാധനം ഉണ്ട്. ഇത് കൊള്ളാണ്, നല്ല അടിപൊളിയാണ് ഇത്. എന്നിട്ട് ഇതിന്റെ അകത്തുമായിട്ട് മൂത്രം ഒഴിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നോട്ടെ പിരീച്ച കേറൊക്കെ കൊള്ളാം. ഡ്രസ് മാറാം, ഫോട്ടോഷൂട്ട് പോകുമ്പോ ഡ്രസ് മാറാം, മറ്റേ ബീച്ചിൽ കുളിക്കാൻ പറ്റിയ ഡ്രസ് മാറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊള്ളാം. ഇത് നല്ല യൂസ്ഫുൾ സാധനം ഉണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഭയങ്കര അനി ഈ ബെഡ് ഇട്ടേക്കണ നല്ല ജിബി. കാര്യം നമുക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നിയാൽ കടന്നുറങ്ങിയാൽ സുഖമായി പോവാം. വെറുതെ 2 സീറ്റൊക്കെ അവിടെ വെച്ചിട്ട് എന്തിനാണ്? കൊള്ളാം, ഈ സംഭവം നല്ല അടിപൊളിയാ. ഇത് ഡെക്കാത്തലിനാ കൊള്ളായിരുന്നല്ല. റീലില് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം കൊള്ളട്ടാ. ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടും നേരിട്ട് കണ്ടു സംഭവം. പൊളി സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോ ചിലപ്പോ ബാത്റൂം ഇല്ലാതെ നമുക്ക് അന്ന് അല്ല, ലേഡീസിന് ഏറ്റവും വേണ്ട സാധനമാണിത്. ഒരു യാത്രയൊക്കെ പോകുമ്പോ വാൽപ്പാറയൊക്കെ പോയ യൂറിൻ പാസ് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് അനുഭവിച്ചു ഇല്ലേ? ശരി. ഭയങ്കരമായിട്ട്. അപ്പൊ ഇവിടെ ഓണായെന്ന് തോന്നിട്ടാ കൊച്ചു സംസാരിക്കണത് വണ്ടിയിൽ ഓണായി, ബ്ലൂടൂത്ത് ഓണായി. അപ്പൊ ഇവിടെ ഒരുക്കങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിക്കൊണ്ടിരിക്കണേട്ടാ. ഇവിടെ മാഡം ഇവിടെ കസേരയിട്ട് എന്താ പറയണ ഓർഡർ ചെയ്യുന്ന സൂപ്പർവൈസർ പറയണ പോലെ ഇവിടെ 2 ആൾക്കാരെ അനുസരിച്ചോണ്ടിരിക്കണേ. അതെ, ശരിയാ സൂപ്പർവൈസർ. അത് എന്റെ ഉദ്ദേശമാണ്, തന്റെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. നേരത്തെ കൊച്ചിനെ ഇതിന്റെ ഉള്ളില് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ബാഗ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊച്ചി തലേനയില് ചാരി ഇരിക്കുന്നു. കുപ്പിയില് വെള്ളം നിറച്ച് വെച്ച് എന്തൊക്കെയാണ് ചെയ്തേക്കണത് കൊച്ചി അല്ലേ? എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിബി ഇവിടെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടോ സെറ്റ് ചെയ്തിട്ട്. ഇല്ലേ കണ്ടതേ, നമ്മൾ ആപ്പിളിൽ ഇങ്ങനെ മെഴുകി വെക്കണം. ഇത് ഉരുകണുണ്ട് ഗൈസ്, ഇത് നല്ലോണം ഇങ്ങനെ ഉരുകും. അതാണ് ആപ്പിള് തൊലി ചെത്തിയിട്ട് കഴിക്കണമെന്ന് പറയണ. ഇത് ജിബി ഈ ആപ്പിളില്ലേ? മെഴുകാണിത് ഓൾറെഡി ഇതില്. ജിബി ആ ആപ്പിള് ഇതേപോലെ തന്നെ ജിബിക്ക് ഇനി ഒരു 2 മാസം കൂടെ അതേപോലെ കവറിലിരുന്ന് കിട്ടും, ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട്. നിങ്ങൾ ഫ്രഷ് ആപ്പിള് കഴിച്ചവരല്ലേ കാശ്മീരിന്ന്? മെഴുകാനുണ്ട് നല്ല അടിപൊളിയായിട്ട് മെഴുകി ഇങ്ങനെ മനോക്കി പൊളിയല്ലേ. അറിയാത്തവരെ മനസ്സിലാക്കുക, എനിക്കറിയില്ലായിരുന്നു. സാധനങ്ങള് അപ്പൊ എല്ലാരും ആപ്പിളൊക്കെ മേടിക്കുമ്പോ ശ്രദ്ധിക്കണോട്ടോ. ഇപ്പൊ കത്തിച്ച് കാണിച്ചു തരട്ടെ. ഇതിപ്പോ കുറച്ചെടുക്കുക, അത് അവിടെ ഇട്ടിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചാണ് ചേട്ടാ. അതുകൊണ്ട് ആപ്പിള് മേടിക്കുമ്പോ എല്ലാവരും നമ്മൾ കളറൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള ആപ്പിള് മേടിക്കുമ്പോ ഇതായിരിക്കും. എടാ ഇത് ഭംഗിയുള്ള ഇത്. ഈ ആപ്പിൾ ഏതാണ്? ഈ കമ്പനി പറയുമല്ലോ, ഏത് രാജ്യം പറയൂല. നോക്കിക്കോട്ടെ വിനീഷ്, ഇപ്പൊ കത്തിച്ച് കാണിക്കോട്ടെ ഗൈസ്. നോക്കിയേ ഉരുകണുണ്ട ആ മെഴുക് മൊത്തം. ഇതൊന്നും ആപ്പിളൊന്നും കത്തില്ല. അപ്പൊ ഒരു കത്തി എടുത്ത് വെച്ചിട്ട് ഉരച്ചല്ല, തൊലി ചെത്തി കളഞ്ഞിട്ട് തിന്നാ മതി. അല്ലെങ്കിൽ ഇത്തിരി ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് എന്റെ ചുണ്ടിന്റെ ഇവിടെ ചുറ്റിനും ഇങ്ങനെ ചൊറിഞ്ഞു ഇതായി. അപ്പൊ ഞാൻ എന്ത് ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ അതാ പിന്നെ ആപ്പിൾ കളയാനും പറഞ്ഞു വെച്ചാൽ അപ്പോഴാണ് ഇച്ചാൻ കണ്ടു കളയരുത്. നമ്മുടെ ആ കാറിന്റെ ഉള്ളിൽ കണ്ടത് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കോട്ടെ, 2 തലോണിയൊക്കെ വെച്ച്. അപ്പൊ ഇതുണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് വണ്ടി. ഇനി ജിബി വണ്ടി ഓടിക്കുക, കൊച്ചു കിടന്ന് ഉറങ്ങുക. രാവിലെ മേക്കപ്പ് ചെയ്യണ്ടേ? എത്ര മണിക്കൂറുണ്ട് ഓട്ടോ? ഇനി ഇവിടെ നിന്ന് ഒരു 7-7.5 മണിക്കൂർ. 7.5 മണിക്കൂർ 280 കിലോമീറ്റർ ഓടിച്ച് തിരിച്ച്
ഇങ്ങനെ കൊടുക്കുമ്പോ ഇങ്ങനെ അത് കേട്ടില്ല. അടിയിലല്ലേ? ഇല്ല കൊച്ചേ അതായത് ഇങ്ങനെ കാണിക്ക ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോ കണ്ണൂര് ഇങ്ങനെ അടിക്കുമ്പോ എറണാകുളം വിളിക്കും. ആ വണ്ടി ഞാൻ എത്ര കാശ് കൊടുത്ത് വേണ്ടി മേടിക്കുന്നത്. എത്ര കാശ് കൊടുത്താലും ഞാൻ വാങ്ങും. അപ്പൊ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി കൊള്ളാം, പോയിട്ട് ഇനി അടുത്ത ദിവസം വരും. ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുടക്കത്തിൽ പറഞ്ഞ അല്ല ലിപി ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോയിട്ട് വർക്ക് കഴിഞ്ഞ് വരും. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. വണ്ടി പുറം കഴിച്ചിട്ടില്ല നമ്മള്. പുറം കഴിഞ്ഞിട്ട് ഉള്ളാണ് നമുക്ക് എപ്പോഴും. പുറം ഇനിയിപ്പോൾ നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ എത്ര കഴുകിയിട്ടും കാര്യമില്ല. അവർ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ അവർ പോണേ. അപ്പോൾ നേരെ 4 മണിക്ക് പോകാൻ നിന്ന ആൾക്കാരാണ്. പോകാൻ വേണ്ടി തുടങ്ങിയ ആൾക്കാരാണ്. ഉറക്കം വേണ്ടിട്ട് വന്നത് 5:30 കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞങ്ങൾ പോകാൻ പ്ലാൻ ഒരു മണിക്കൂർ എങ്ങനെ പോകും. ഇന്നിപ്പോ 2 മണിക്കൂർ പോയി. ഇന്ന് ഇത്തിരി കൂടുതലാണ്. അപ്പൊ എന്തായാലും ബൈ ബൈ ബൈ. നാളെ കാണാം. സേഫ് ആയിട്ട് പോയിട്ട് വാ.